അങ്ങനെ കളങ്കാവൽ സിനിമ കണ്ടു, മമ്മൂട്ടിയുടെ കളങ്കാവൽ സിനിമ കണ്ടു. ഇപ്പോൾ ദാ ദുബായിൽ നിന്ന് കണ്ടു വന്നേ ഉള്ളൂ. ഞാൻ ഒരു ആക്ടേഴ്സിൻ്റെയും ഫാനല്ല, നല്ല നല്ല സിനിമകളുടെ ഫാനാണ്. മമ്മൂട്ടിയുടെ ഈ സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ പറയണം എന്ന് തോന്നി. ഇതിൽ നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഈ സിനിമ വർഷങ്ങൾക്ക് മുൻപേ തമിഴിൽ വന്നതാണ്. മന്മഥൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുണ്ട്, ചിമ്പുവിൻ്റെ. ആ സിനിമയും ഈ സിനിമയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ചിമ്പു ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ ക്യാരക്ടറാണ് ഇതിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. അത് ഒന്ന് പൊടി തട്ടിയിട്ട് മലയാളത്തിലേക്ക് എടുത്തതായിട്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഒന്ന്. രണ്ടാമത്, മമ്മൂട്ടി ഈ മൂവിയിൽ ഈ ക്യാരക്ടർ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം വിനായകൻ ചെയ്യേണ്ട ക്യാരക്ടർ മമ്മൂട്ടിയും, മമ്മൂട്ടി ചെയ്യേണ്ട ക്യാരക്ടർ വിനായകനുമാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ആ ക്യാരക്ടർ വിനായകൻ ചെയ്ത ക്യാരക്ടറാണ് മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മമ്മൂട്ടി ചെയ്ത ക്യാരക്ടറാണ് വിനായകനിൽ നിന്നും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ചിലപ്പോൾ മമ്മൂട്ടി ഒരു കരിയറിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ തിരഞ്ഞെടുത്തതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ മമ്മൂട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് കിട്ടും എന്നല്ലാതെ പോസിറ്റീവായിട്ടുള്ള മമ്മൂട്ടിക്കുള്ള ഒരു ഇമേജും ഈ സിനിമയിൽ നിന്ന് കിട്ടൂല. അത്ര വലിയ ഒരു ആക്ടിംഗ് ഒന്നും മമ്മൂട്ടി ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടില്ല താനും. ഒരു വില്ലൻ റോള്, അത്ര തന്നെ ഒരു പക്ക ക്രിമിനൽ റോളാണ് മമ്മൂട്ടി ചെയ്തിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ ഈ ക്യാരക്ടർ മമ്മൂട്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് വിനായകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി വിനായകൻ്റെ റോളും വിനായകൻ ചെയ്തത് മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അടിപൊളിയായേനെ, ഇതിനേക്കാളും സൂപ്പറായേനെ. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇത് ചെയ്തതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഹൈപ്പ് കൊടുക്കുവാണ്. അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയൊന്നും അല്ല ഇത്. അത്രയ്ക്കങ്ങ് ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യവും. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിലില്ല. ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ, അത് എപ്പോഴോ സസ്പെൻസ് ഓപ്പൺ ആവേണ്ടതാണ്. അത് നീട്ടി സീരിയൽ പോലെ കൊണ്ടുപോയി എന്നേ ഉള്ളൂ. അല്ലാതെ അത്ര വലിയ ഒരു ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തള്ളാൻ വേണ്ടി മാത്രമുള്ള ഒരു മൂവിയൊന്നും അല്ല കളങ്കാവൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ